നമസ്കാരം. എല്ലാവർക്കും അറിയാം, നമ്മുടെ അശ്വൻ ക്ലാസ് വരുന്ന ഏപ്രിൽ 16 തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അതിന് മുന്നോടിയായിട്ട് അശ്വൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ ട്രെയിനർമാരുടെയും കൂടെ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഒരു ടോക്ക് ഷോ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് പോലെ ചെയ്യണമെന്ന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ബേസിക്കലി നമുക്കറിയാം, ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നത് ഒരു ഘടകമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകം വെച്ച് മാത്രമല്ല ഒരു വ്യക്തിയുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പം അതിൽ നോർമലി നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് വളരെ ചെറിയ ഒരു എമൗണ്ടിൽ എല്ലാവരുടെയും സേവനം ഒരു കൊല്ലം. അപ്പം ഒരു കൊല്ലം എന്ന് പറയുന്നത് ഒരാദ്യത്തെ ഒരു 3 മാസം തന്നെ അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള, ഇപ്പം മൈൻഡ് പവർ ട്രെയിനർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ കൺസൾട്ടൻ്റ് ആയിക്കോട്ടെ, അങ്ങനെ പല ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഒരു ഹീലിംഗ് മെത്തേഡിലൂടെ ലൈഫിനെ മാറ്റുന്ന ആൾക്കാർ, ഇവരെ എല്ലാവരെയും, യോഗ, അതേപോലെ തന്നെ വാസ്തു, അതുപോലെ ഡോക്ടേഴ്സ്, ആയുർവേദിക്, അലോപ്പതി, ഇങ്ങനെയുള്ള എല്ലാവരെയും നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാക്കി കൊണ്ടുപോകുന്നതിന്റെ കാരണം ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള എല്ലാ ഏരിയയിലെയും അറിവും പ്രാക്ടീസും നിങ്ങൾക്ക് നൽകി കൃത്യമായ രീതിയിൽ നിങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ അവരുടെ എനർജിയെ ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ ഞാൻ മനസ്സിലാക്കിയ പാതയിലൂടെ, അല്ലെ ഞാൻ പ്രാക്ടീസ് ചെയ്തു വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്കും ഒരു വെളിച്ചം നൽകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം അതിന് ആദ്യം ഞാൻ വാസ്തു കൺസൾട്ടന്റ്, അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് എനിക്ക് പണ്ടൊന്നും യാതൊരു തരത്തിലുള്ള വിശ്വാസമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ സംസാരിക്കാൻ യോഗ്യനായതും പ്രാപ്തനായതിൻ്റെ മൂല കാരണം, എൻ്റെ വീട്ടിൽ 5 വർഷം മുമ്പ് സാറ് വന്ന് എൻ്റെ വീട് കറക്റ്റ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പാതയിലേക്ക് പോകാൻ പോലും കാരണം. അപ്പം അതുകൊണ്ടാണ് എനിക്ക് തോന്നി എൻ്റെ ഈ യാത്രയിൽ ഏറ്റവും ഉചിതമായിട്ട് സാറും കൂടെ വേണം, സാറിൻ്റെ സേവനം നിങ്ങൾക്കും ലഭിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പം സാറിൻ്റെ പേര് രഞ്ജൻ പട്ടമന. സാറ് സ്വദേശം എറണാകുളമാണെങ്കിലും ഇപ്പം താമസിക്കുന്നത് പന്തളമാണ്. ഏകദേശം 35 വർഷത്തോളം ഈ ഫീൽഡിൽ സാറുണ്ട്. അപ്പം അത്രയും വർഷം ഒരു ഫീൽഡിൽ നിൽക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതിൽ നിന്ന് ഒരുപാട് മേഖലയിലുള്ള വ്യക്തികളുമായിട്ട് പരിചയം, അവരുടെ ഒരു ഏറ്റവും വലിയൊരു ഉപദേഷ്ടാവ് എന്നൊക്കെ വേണേൽ പറയാം. അങ്ങനെ ഒരുപാട് പേര് കാണുന്നൊരു വ്യക്തി പ്രഭാവമാണ് സാറ്. അപ്പൊ സാറിനോട് നമുക്ക് മനുഷ്യനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊന്നായ വാസ്തു എങ്ങനെയാണ്, അല്ല എന്തിനാണ് വാസ്തു, അങ്ങനെ നമുക്കറിയാൻ പാടില്ലാത്ത ചില ചോദ്യങ്ങൾ സാറിനോട് ചോദിച്ച് അതിൽ സാറിൻ്റെ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്ന് എനിക്ക് പറ്റുന്നുണ്ട്. അതിലൂടെ എൻ്റെ ഇതിൽ മാറ്റമുണ്ട്. അത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ 2 വാക്ക് സാർ പറയാനുള്ള പറയുക, എന്നിട്ട് ഞാൻ ചോദിക്കാം. ഒന്ന് പരിചയപ്പെടുത്തിയാൽ മതി നമ്മുടെ വ്യൂവേഴ്സിനെ. നമസ്കാരം. ജീവിതത്തിൻ്റെ യഥാർത്ഥ സഞ്ചാരത്തിലേക്ക് വരുന്ന ഘടകങ്ങളിലൊന്നാണ് വാസ്തുശാസ്ത്രം, ശില്പശാസ്ത്രം, ജ്യോതിശാസ്ത്രം മുതലായവ. ഏറ്റവും കൂടുതൽ നമുക്ക് നേരിട്ട് മനുഷ്യന് കുടുംബപരമായിട്ട് അവൻ്റെ ഉന്നതിയിലേക്ക് എങ്ങനെ മുന്നേറണം, ഉന്നതി എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, അതിന് അടിസ്ഥാനപരമായ അടിത്തറ എങ്ങനെ രൂപപ്പെടുത്തണം, അടിത്തറ രൂപപ്പെടുത്തിയതിന് ശേഷം അടുത്ത ചവിട്ടുപടി എങ്ങനെ നിർമ്മിക്കണം, അതിനാണ്
ഈ വാസ്തുശാസ്ത്രം പ്രായോഗികമായിട്ട് നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. ഉദാഹരണം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മൃത്യു എന്നീ 5 വകഭേദങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ബാല്യവും കൗമാരവും കഴിഞ്ഞാൽ യൗവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വന്തമായിട്ട് നമുക്ക് സ്വായത്തമാക്കാൻ കഴിവുള്ള ഏത് വിദ്യയാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ വിദ്യയുടെ പരിണിത ഫലമാണ് നമ്മുടെ ജീവിതം. ആ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി നന്മ വരുത്തി ആ യുവത്വത്തിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്, പ്രായോഗിക സിദ്ധാന്തമാണ് വാസ്തുശാസ്ത്രം. സയൻസും കണക്കുമാണ് ഇതിന്റെ മൂല കാരണങ്ങൾ. അർക്ക, ശുക്ര, ബുധ, ചന്ദ്ര, മന്ദ, ജീവ, ധര, സുധ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഗ്രഹങ്ങളും ആകാശവും വെള്ളവും വെളിച്ചവും ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡും, അതായത് പഞ്ചഭൂതങ്ങളുടെ മിശ്രിതങ്ങളായ കണങ്ങൾ ഉൾക്കൊണ്ടതാണ് ജീവിതം. യാതൊരു തടസ്സങ്ങളില്ലാതെ നമ്മളുടെ നല്ല ജീവിതത്തിലെ മുന്നോട്ട് നയിക്കുന്നതിന്റെ പരിണിത ഫലമായിട്ട് ഒരു യൗവനത്തിന് കിട്ടാവുന്ന തരത്തിൽ ഏറ്റവും സമ്പുഷ്ടമായ ഒരു ജീവിതം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ വാസ്തു നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഞാനതിന്റെ ആമുഖമായിട്ട് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ദൈവീക ശക്തി, അദൃശ്യ ശക്തി ഏതൊരു വിഭാഗത്തിനായാലും, ഏതൊരു വിഭാഗം, ഇന്ന് ഞാനത് എടുത്തു പറയാനുള്ള കാരണം, ഏതൊരു വിഭാഗം എന്ന് പറഞ്ഞ് നമ്മൾ വേർതിരിക്കുന്നതിനും നല്ലത് ആകാശത്തിന് താഴെയും ഭൂമിക്ക് മുകളിലും വസിക്കുന്നവർ മുഴുവൻ ഏകോദര സോദരങ്ങളായിട്ട് വാഴുന്ന ഈ സമയത്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിദ്യ അഭ്യസിക്കുന്നത്. വിദ്യ അഭ്യസിക്കുന്നത് ജാതീയമായിട്ടോ വർഗീയമായിട്ടോ ഒന്നല്ലല്ലോ. എല്ലാവർക്കും വിദ്യ ഉണ്ട്. അതിന്റെ അനുഭവ സമ്പത്താണ് നമ്മുടെ ജീവിതം. വിദ്യയുടെ അനുഭവ സമ്പത്താണ് ജീവിതം. അതായത് അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവത്തിന്റെ അനുസരിച്ച്, അതായത് ക്രോമസോമുകളുടെ പങ്ക് പോലെ തന്നെയാണ് നമ്മൾ ഈ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. ഒരു വസ്തുവിൽ ഒരു നിർമ്മിതി, ഒരു നിർമ്മാണം, ഒരു ഗൃഹം നിർമ്മിച്ചാൽ ആ കൂരയ്ക്കകത്ത് നമ്മുടെ സമ്പത്ത് രണ്ടാമത്തെ ഘടകമാണ്. സമ്പത്തിനനുസരിച്ച് വിസ്തൃതി കൂട്ടാം, വിസ്തൃതി കുറയ്ക്കാം. അല്പക്ഷേത്ര വിധി പ്രകാരം 5 സെന്റിലും ഒരേക്കറിലും ഖണ്ഡം തിരിച്ച് വീടുകൾ നിർമ്മാണം ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നത് പോലെ തന്നെ നല്ല ഒരു ഗൃഹത്തിലാണ് നമ്മൾ താമസിക്കുന്നെങ്കിൽ കൃത്യതയോടുകൂടി നമുക്ക് മുന്നേറാൻ കഴിയും. അടുത്ത ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഘടകങ്ങളും, ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും ആരോഗ്യവും, അത് കഴിഞ്ഞാൽ പാർപ്പിടം, ഇതാണല്ലോ നമ്മൾ ബേസിക്കലായിട്ട് സയന്റിഫിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം. അതിലൊന്നാണ് വാസ്തു. പാർപ്പിടത്തിന്റെ കാര്യം ബേസിക്കലായിട്ട് പറഞ്ഞാൽ വാസ്തുശാസ്ത്രം അതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വീട് നിർമ്മിക്കുമ്പോൾ അടുക്കള എവിടെ വരണം, പ്രധാന നാഥയും എവിടെ വസിക്കണം, ഹാളില് എല്ലാവരും കൂടി കൂടിയിരുന്ന്, കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും കൂടിയിരുന്ന് ഹാളിൽ നിന്ന് സംസാരിക്കണം.
ഊണുമുറി ഡൈനിങ് ഏത് ഭാഗത്തായിരിക്കണം, ടോയ്ലറ്റുകൾ വിസർജ്യ വസ്തുക്കൾ എവിടെയായിരിക്കണം, അലക്ക് ഈ പുതിയ സംവിധാനം അനുസരിച്ച് വാഷിംഗ് മെഷീൻ അലക്ക് യന്ത്രം എവിടെയായിരിക്കണം, അതല്ലെങ്കിൽ പുറത്ത് കല്ലിൽ അലക്കുന്ന സംവിധാനമാണെങ്കിൽ എവിടെയായിരിക്കണം, പൂജാമുറി എവിടെയായിരിക്കണം, അടുക്കളയുടെ പിന്നാമ്പുറത്ത് സ്ത്രീകൾ പ്രവേശിക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ സ്ഥിതി നൂതനമായ സ്ഥിതിയാണ്. സയൻസിന്റെ കയറ്റത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഗൃഹസ്ഥമാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണക്കും സയൻസും അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വാസ്തുശാസ്ത്രം കൊണ്ടുപോകുന്നത്. ആയതുകൊണ്ട് നല്ലൊരു വാസ്തു ഗൃഹം നിർമ്മിക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ ജനറേഷൻ എങ്ങനെ പാകപ്പെടുത്തിയെടുക്കുന്നു, അവന് ഭക്ഷണം കൊടുക്കുന്നതും വിദ്യാഭ്യാസം കൊടുക്കുന്നതും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നല്ലൊരു ഉത്തമമായ ഗൃഹം നിർമ്മിക്കുന്നത്. ഒരു നല്ല കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛനമ്മമാരെ പോലെ തന്നെയാണ് ഒരു നല്ല വാസ്തുഗൃഹം വയ്ക്കുന്ന കുടുംബാംഗങ്ങൾ മുഴുവൻ. ആയതുകൊണ്ട് ദീർഘമായിട്ടൊരു സംസാരത്തിന് മുതിരുന്നില്ല. ആമുഖമായിട്ട് നല്ലൊരു വാസ്തുഗൃഹം നിർമ്മിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സജ്ജരാകണം എന്നും, അങ്ങനെ സജ്ജരാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പോസിറ്റീവ് എനർജി അത് ആരായിരുന്നാലും പൂർണ്ണമായിട്ടും കിട്ടും എന്ന് ഉറപ്പ് തരാൻ കഴിയും. തിയറിയും പ്രാക്ടിക്കലും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരു മത്സരത്തിനോ ഒരു തർക്കത്തിനോ അല്ല നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ശുദ്ധമായ ഭാഷയിൽ ലാളിത്യമായ രീതിയിൽ അത് സംവാദത്തിന്, ആരോഗ്യകരമായിട്ടുള്ളൊരു സംവാദത്തിന് ഇടം നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ഈ വാസ്തുശാസ്ത്രം എന്ന ഈ തീം നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളവരാണ് എനിക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനം ഈ രംഗത്തേക്ക് തരാനുള്ള കാരണം. ആയുരാരോഗ്യവും സമ്പത്തും ധനവും കീർത്തിയും എല്ലാം ഉണ്ടാവുന്നെങ്കിൽ അതിൻ്റെ ബേസിക്കലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇതാണ് നമ്മുടെ വാസ്തു ഗൃഹം. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, കണക്കും സയൻസിലും അധിഷ്ഠിതമായിട്ട് ആണ് ഇതിന്റെ തുടക്കം. അത് ആത്മീയമായിട്ട് പങ്ക് പറ്റിക്കൊണ്ട്, ആത്മീയപരമായിട്ടുള്ള ജീവിതചര്യ കൊണ്ട്, സയൻസിലും കണക്കിലും മാത്രം ഈ ന്യൂ ജനറേഷൻ പോലെ മാത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആയതുകൊണ്ട് നല്ലൊരു വാസ്തുഗൃഹം നിർമ്മിക്കുന്നതിന് വേണ്ടി സർവേശ്വരൻ എല്ലാവരെയും സമ്പുഷ്ടമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല, പഴയ ഗ്രഹങ്ങളിൽ വസിക്കുന്നവരും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിവിന്റെ പരമാവധിയിൽ നിന്നുകൊണ്ട് തന്നെ, ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടൊരു സംവാദം, നല്ലതിനു വേണ്ടി മാത്രം, അല്ലാതെ ഒരു മോശം സംവാദത്തിലേക്ക് കടക്കാതെ നല്ലൊരു സംവാദത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാം സർവേശ്വരിൽ അർപ്പിച്ചുകൊണ്ട് ആദ്യം പ്രണാമം ചെയ്യുന്നു. സാറേ, ഞാൻ കുറച്ച് സംശയങ്ങൾ, പൊതുവായ സംശയങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലിനകത്ത് വാസ്തുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാറിൻ്റെ നമ്മളിപ്പോൾ അശ്വത്തിലുള്ളത് കൊണ്ട് നമ്മുടെ അശ്വൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തേക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ചോദിച്ചേക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ലോജിക്കലായിട്ടും പിന്നെ എല്ലാവർക്കും
അവരുടെ വീട്ടിൽ ഉണ്ടായേക്കാവുന്ന ചില സംശയങ്ങൾ ഞാൻ സാറിനോട് ചോദിക്കുകയാണ്. ബേസിക് ആയിട്ട് സാറേ, വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പം വാസ്തു എന്താണെന്നുള്ളത് സാറ് പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ് വാസ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവ് സാറ് ഞാൻ ചോദിക്കാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയുവാണെങ്കിൽ 5 വർഷം മുമ്പ് ഞാൻ ഹെവി ഡിപ്രഷനിലായിരുന്നു എന്ന് സാറിന് അന്നറിയില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് തോന്നി വീട്ടിൽ എന്തെങ്കിലും ചെയ്താലോ, പണ്ട് ഒരാൾ പറഞ്ഞാണല്ലോ ഇങ്ങനെ എന്ന് വിചാരിച്ച് നമുക്കൊരു വേറെ ആൾ വഴി സാറിന് നമ്മുടെ വീട്ടിലോട്ട് വരുന്നു. സാറ് വളരെ ചെറിയ ചില പരാമർശങ്ങൾ അന്ന് സാറ് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളിപ്പോൾ ഒന്നും വിശ്വസിക്കണ്ട, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ മാത്രം എന്നെ പിന്നെ വിളിച്ചാൽ മതി എന്നാണ് സാർ അന്നും പറഞ്ഞത്. പക്ഷെ സാറ് വന്നതിന് ശേഷം, സാറ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് എൻ്റെ മുന്നിലേക്ക് ഈ പ്രൊഫഷൻ അടക്കം വന്നത്. അല്ല, ഞാൻ നമ്മുടെ കാണികൾക്കറിയാം, ഞാൻ BUD പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാനായിരുന്നു അന്ന് എൻ്റെ തീരുമാനം. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മുന്നിലേക്ക് ഇങ്ങനൊരു ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഇപ്പം ഞാൻ ഈ ജോലിയിലേക്ക് പ്രവേശിച്ചത്. അപ്പം അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഊർജം നല്ലതാണെങ്കിൽ നമ്മളെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കും. നേരെ മറിച്ച് ഊർജം കുറവാണെങ്കിൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ശരിയാണോ സാറേ? തീർച്ചയായും. നമ്മൾ അധിവസിക്കുന്ന ഗൃഹവും നമ്മൾ അധിവസിക്കുന്ന പരിസരവും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകമാണ്. ആ സ്വാധീനിക്കുന്ന ഘടകത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ കുടുംബത്തിലെ ആരോഗ്യം. ആ കുടുംബത്തിലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടി ആണ് വാസ്തുശാസ്ത്രം കൃത്യമായിട്ട് കൈകാര്യം ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എൻ്റെ ചെറിയ അഭിപ്രായം.